بسم الله الرحمن الرحيم إليك أنت صباحي مصفد بمسايا فاسكب ضياءك إني ظمآن ضل صدايا إليك أنت صباحي مصفد بمسايا فاسكب ضياءك إني ظمآن ضل صدايا لم أدر من أين بعد. അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ പ്രിയപ്പെട്ട പൊന്നു മക്കൾക്കെല്ലാം സുഖല്ലേ? ചായ എല്ലാവരും രാവിലെ കുടിച്ചിട്ടില്ലേ? നല്ല ഉഷാറായിട്ടല്ലേ എല്ലാവരും വന്നത്? നമുക്കിന്നൊരു കളി കളിക്കാനുണ്ട്. ഉസ്താദ് പറഞ്ഞത് കളി ശരിക്കും മനസ്സിലാക്കണേ. കളിക്കാനുള്ള ചെറിയ കോർട്ട്, അതിനുള്ള ബോർഡ് ഉസ്താദ് ശരിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ബോർഡ് പൊളിക്കുന്ന നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെ ബോർഡ് ഉസ്താദ് പൊളിക്കുന്നുണ്ട്. ബോർഡ് ബോർഡ് എന്താക്കി ഉസ്താദിവിടെ ഓരോ കള്ളിയുണ്ട്, കുറേ കള്ളിയുണ്ട്. ഈ കള്ളിയില് ഉസ്താദ് എന്ത് ചെയ്യുന്നറിയാ, കുറേ കട്ടകൾ നിരത്തും. കുറേ കട്ടകളിൽ എന്തിട്ട് കുറേ അക്ഷരങ്ങളുണ്ട്. ഇങ്ങനെ വെക്കും. മഞ്ഞ കള്ളി, ഈ കള്ളി പൊട്ടേ. അതുപോലെ അപ്പൊ ഇനി എന്താ വേണ്ടെന്നറിയാം. പിന്നെ ഉസ്താദിന്റെ വാക്ക് പറയും. അതുണ്ടല്ലോ ഞാൻ വിളിക്കുന്ന ആള്. ആദ്യം നമുക്ക് ആരെ കൊണ്ട് തുടങ്ങാം? മുഹമ്മദ് സീഫിനെ കൊണ്ട് തുടങ്ങാം. ഇതാ നമുക്ക് ഓരോന്നിനും അക്ഷരങ്ങളുണ്ട്. ഇതാ നോക്കണം, ഇതാ എല്ലാത്തിനും അക്ഷരങ്ങളുണ്ട്. ഈ 3 കള്ളിയിൽ 3 അക്ഷരങ്ങൾ വരും. ഞാൻ പറയുന്ന അക്ഷരങ്ങൾ എടുത്തിട്ട് എല്ലാം തിരിഞ്ഞു നോക്കാം. ഈ ആദ്യത്തെ കള്ളിയിൽ വെക്കണം. ഇങ്ങനെ തിരിച്ചു വെക്കണം. ഇങ്ങനെ ഇനി വെക്കുമ്പോ ഇങ്ങനെ അക്ഷരങ്ങൾ കാണണം കേട്ടാ. ഇനി വെക്കുമ്പോ ഇങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ കാണണം. ഇത് 1ാമത്തെ കള്ളി, ഇത് 2ാമത്തെ കള്ളി, ഇത് 3ാമത്തെ കള്ളി. ഞാൻ ആദ്യം പറയുന്നത് വാക്ക് പറയുന്നത് ഞാൻ അവിടെ ഇരുന്നോ. മാല. മാല. ഓരോന്ന് ശരിക്കും നോക്ക്. ഇവൻ ആദ്യം എടുത്ത അക്ഷരം കാണിച്ചത് നോക്കിയാട്ടെ. ഉസ്താദ് ആദ്യം പറഞ്ഞത് മാ. ഇവൻ ആദ്യം എടുത്ത് കാണിച്ചതോ ഇതാ സ. അപ്പൊ ഇത് ഫൗളായി കേട്ടാ. അടുക്ക് മുഹമ്മദ്, അടുക്ക് മുഹമ്മദ്, അടുക്ക്. ഇനി ഞാൻ വിളിക്കുന്നത് സെക്കൻഡ് മുഹമ്മദ് കെ. എല്ലാരും വിളിച്ച് കളിപ്പിക്കുവേ. 3 മാർക്ക് കിട്ടുവേ. ശരിയായാലും 3 മാർക്ക് കിട്ടും. മാല. അങ്ങനെയല്ല, അടുത്താ അത് ഈ കള്ളിയിൽ വെക്ക്. എങ്ങനെ തിരിച്ചു വെക്ക് കാണട്ടെ. അപ്പൊ മുഹമ്മദിന് 1 മാർക്ക് കിട്ടി. ഇനി അടുത്ത മാന് കിട്ടാനുള്ളത് ഈ വെള്ള കാണിച്ചാട്ടെ. എടുത്ത കണ്ടോ? എന്താ എടുത്തത്? എല്ലാരും കാണാം, എല്ലാരും കാണിക്ക്. അലിഫ് എടുത്തു അല്ലെ? അലിഫ് എവിടെ വെക്കണം? ഇവിടെ വെക്കണം. അപ്പൊ മുഹമ്മദ് കേക്ക് 3 മാർക്ക് കിട്ടിയ. അടുത്തത് വേണ്ടത് ഹബീബ. മുഹമ്മദ് ഇവിടെ നിൽക്കട്ടോ. ഹബീബ. മൂല. ആദ്യം എടുക്കേണ്ട മൂവ് കണ്ടുപിടിക്ക്.
എനിക്ക് ഉറപ്പായ ഇതെന്താ വായിക്കല്? ഇത് മൂലാന്നാ വായിക്കല്. അടുത്ത ഞാൻ വിളിക്കുന്നത് സൈനബ്. 3 അക്ഷരം എടുക്കണേ. ഹബീബ പോലെ എടുക്കണേ. മൂല 3 അക്ഷരം എടുത്തു വെക്കണം. ഏണേ 3 എഴുതുമ്പോ ആദ്യ അക്ഷരം എടുക്കണ്ടേ? എല്ലാം ഫോളായി. ദൈന്റെ പാട് നിൽക്കേ. വിളിക്കുന്നത് ഞാൻ ആരാന്നറിയോ? പിന്നെ റമീൻ. ആദ്യം മൂലാന്ന് എടുക്കുമ്പോ ആദ്യം ഏതക്ഷരം വേണ്ടേ? മൂ തിരഞ്ഞെടുത്താട്ടെ. ഫസ്റ്റ് തന്നെ പൊളിഞ്ഞു. ഇനി അടുത്തത് വിളിക്കുന്ന ആരാന്നറിയാ? പിന്നെ ഇനി വിളിക്കുന്നത് റയ്യാൻ ജംഷീർ. മൂലാന്ന് എടുക്കുമ്പോ ഏതെല്ലാം അക്ഷരം എടുക്കണോ? തെരഞ്ഞെടുക്ക്. മൂല അതാണല്ലേ. ഓക്കെ, എല്ലാവരും എടുത്ത് കാണിച്ചെന്നേ. വരട്ടെ. ഓക്കെ, ഇതാണ് എവിടെ വെക്കണം? ഈ കള്ളിയിൽ വെക്കണം. അത് വെക്ക്. ഇനി 3 നീട്ടാനുള്ളത് രണ്ടാമത്തെ ഈ കള്ളിയിൽ വെക്ക്. 3 നീട്ടാൻ എന്താ ഉപയോഗിക്കേണ്ടത്? ഇത് 3 നീട്ടാൻ ഇവൻ എടുത്തത് ഏതാണ്? ഉറപ്പിച്ചാ? 3 നീട്ടാന് ഉറപ്പിച്ചാ? ഐറ ലമ്മിനെ നീട്ടാൻ ഉപയോഗിച്ച ഇത് അലിഫാണ് എടുത്തത്. ശരിയോ തെറ്റോ? തെറ്റാണ്. അപ്പൊ റയാൻ ജംഷീർ അവിടെ വെക്ക്. ഇനി റയാൻ ജംഷീർ ഒരക്ഷരം തെറ്റിപ്പോയാൽ പോയി കേട്ടാ. ഇനി അടുത്ത ഫാത്തിമ. മൂലാന്ന് നീട്ടാൻ ഇനി 2 അക്ഷരം ഉണ്ട്. മൂലാന്ന് നീട്ടാന് ഇനി 2 അക്ഷരം. അടി കിട്ടുവട്ടെ എൻ്റെ അടുത്തുനിന്ന്. എല്ലാവർക്കും കാണിച്ചു കൊടുത്തേ. ഇതിന്റെ പേര് പറഞ്ഞ ഇന്നലെ വാവ്. വാവ് കോടി എല്ലാവർക്കും കാണിച്ചു കൊടുക്ക്. ലമ്മിനെ നീട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച അക്ഷരം വാവ്. ഓക്കെ. ഇനി അത് ഇവിടെ വെക്ക്. ഇനി ഇതിന് നോക്കിയിട്ട് ഈ ലാ എടുക്കാൻ പാടില്ല. വേറെ അത് ഇപ്പഴും ഉണ്ടാവും. അവിടെ വെക്ക്. ഓക്കെ. അപ്പൊ എന്തായി? നമ്മളെ ഫാത്തിമ ഇപ്പം 2 മാർക്ക് വാങ്ങി. ഫാത്തിമ 2 മാർക്ക്. ബാക്കിയുള്ളവരൊക്കെ കേട്ടാ ഫാത്തിമ 3 മാർക്ക് വാങ്ങേണ്ടതാണ്. പക്ഷെ ഒരക്ഷരം ആദ്യം ആര് വെച്ചിട്ടുണ്ടായിരുന്നു? റയാൻ ജംഷീർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ആള് പിന്നെ ഷന്ദ സാല ആദ്യം ഈ ഭാഗത്ത് സാ നോക്ക്. സാ കണ്ടുപിടിക്ക്. തന്നെയാ? എന്നാ അവിടെ വെക്ക്. ഓക്കെ, 1 മാർക്ക് കിട്ടിയ. ഇനി സാന്ന് നീട്ടാന് ഇതിലുള്ളത് നോക്കി. ഇതില് ഈ 4 4 ഏതാണ്? ഓക്കെ, ധനിയുടെ വെക്ക്. അപ്പൊ ഷന്ദ എത്ര മാർക്ക് വാങ്ങി? ഷന്ദ 3 മാർക്ക് വാങ്ങി. എന്നെ നിങ്ങൾക്ക് പരീക്ഷണമുണ്ട്. ഇത് ട്രയൽ ചെയ്തതാണ് കേട്ടാ. എന്നെ പരീക്ഷണമുണ്ട്. ഇങ്ങോട്ട് വെക്ക്. ഇനി നിനക്കാ ഇനി വേറാക്ക് സാല. ഇനി അടുത്തത് ആദ്യം പിന്നെ സൂനെ നീട്ടാനുള്ള അക്ഷരം പിന്നെ സ്. ഓക്കെ, അദീബ് കാണിച്ചു തന്നിരിക്കുന്നത് ശരിയല്ലേ? 1 മാർക്ക് കേട്ടാ. ഓക്കെ, എവിടെ വെക്കണോ? ഇതിവിടെ പൂട്ടി വെച്ചിട്ട് ഇനി ഇവിടെ വെക്ക്. ഈ കള്ളിയിൽ വെക്ക്. ഓക്കെ. ഇനി സൂന്ന് നീട്ടാൻ പാടില്ല. എന്നെ 2 അക്ഷരം കൊണ്ട് ഇതിനെ നോക്കിയിട്ട് ഈ സൂനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഇന്നലെ പഠിച്ച അക്ഷരം. വെരി ഗുഡ്. എല്ലാവരും കയ്യടി കൊടുത്താ. ഓക്കെ, ഇവിടെ വെക്ക്. ഇനി ഇതിൽ സ് കണ്ടെത്ത്.
ഉറപ്പന്നല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇവനടുത്ത് ശരിയല്ലേ? എന്നാ ഇവിടെ വെക്ക് സൂസ്. അപ്പൊ നമ്മുടെ അസീം എത്ര മാർക്ക് നേടി? 3 മാർക്ക് നേടി. ഓക്കെ, ഇനി വേണ്ടത് ആരാന്നറിയോ? റിഷാൻ മുഹമ്മദ്. ആമ. ഓക്കെ, ഇത് ഇവിടെ വെച്ചോളി. ഇനി ഇപ്പറോ ആണ് നീട്ടാൻ, പത്തങ്ങനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാ? വെരി ഗുഡ്. ഇവിടെ വെക്ക്. ഇനി ഈ രണ്ടിടത്ത് നിന്ന് മാ കണ്ടെത്ത്. മാ. ഓക്കെ. ഇപ്പൊ എത്ര മാർക്ക് കിട്ടി റിഷാന്? ഇതുപോലെ തന്നെ ഉഷാറാവണോ കേട്ടാ. പൊത്തി വെച്ച. അപ്പൊ റിഷാന് എത്ര മാർക്ക് കിട്ടി? 3 മാർക്ക് കിട്ടി. ഇനി ലാസ്റ്റത്തെ വാക്ക് സയ്യിദ് മുന്തിർ അല്ലെ? സയ്യിദ് മുന്തിർ. ഓമ. ആദ്യം ഏതാ എടുക്കണ്ടേ? ഏതാന്ന്? ഏതാ? ഏതാന്ന് ഓർപ്പനാ? നോക്കി നിങ്ങൾ പിടിച്ചിട്ട് നോക്കടാ. ഓർപ്പനാ? എന്നാ ഇവിടെ വെക്ക്. ഇനി ഓന്ന് നീട്ട അതിനാണ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിലേത് ഒരക്ഷരമുണ്ട് അതെടുത്താൽ തിരിച്ചു വെച്ചാൽ മതി. അത് തിരിച്ചവിടെ വെക്ക്. ഇനി ഇത് തിരിച്ചു വെച്ചാൽ മതി. ഓമ. വെരി ഗുഡ് കേട്ടാ. അപ്പൊ സയ്യിദ് മുന്തിറിന് ഇനി എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ. നമ്മളെ കളിച്ച കളിയിലെ ടോട്ടൽ അമർച്ചത് വലയിട്ട അല്ലേ? ആദ്യം ഉസ്താദ് പാതിയ ഇപ്പറം വന്ന് നിൽക്ക്. ടോട്ടൽ ഉസ്താദ് പറഞ്ഞുതരാം. ഇങ്ങ വാ അസീമേ. എല്ലാവർക്കും കാണിച്ചരേ. ഈ അക്ഷരം ഏതാണ്? അല്ലേ? പാതി ഇവിടെ നോക്ക്. ഈ അക്ഷരം മാന നീട്ടാണ് ഏത് അക്ഷരം ഉപയോഗിക്കണ്ടേ? അലിഫ് അല്ലേ? അതിനൊന്ന് വായിച്ചു നോക്ക്. ആദ്യത്തെ 3 മാല. അതേപോലത്തെ മീമിന് പുസ്തകം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താ ഇത് വായിക്കല്? മോ. ഇവിടെ എന്താ മോളിൽ എന്താ വായിച്ചേ? മാന നീട്ടാൻ ഏതാ ഉപയോഗിച്ചേ? എന്നാ അതേ മാന നീട്ടാൻ ഇവിടെ അലിഫ് കൊടുത്താൽ ശരിയാവുക? ഇവിടെ വാവ് കൊടുത്താൽ ശരിയാവുക? ഇവിടെ അലിഫ് കൊടുത്താൽ ശരിയാവുക? ഇത് തെറ്റ്. സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ. സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ. സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഞാൻ ആദ്യം പറയുന്നത് വാക്ക് പറയുന്നത് ഞാൻ അക്ഷരം അവിടെ ഇരുന്നോ. മാല. മാല. മാ എന്ന് പറഞ്ഞ അലിഫ് ഫത്തഹിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം നല്ല ശ്രദ്ധിക്കണം. മാല. അന്ന് ശരിക്കും നോക്ക്. നീ ഇങ്ങനെ നോക്കിയാ പോരാ. നീ എടുക്കെടുത്തിട്ട് ഇങ്ങനെ നോക്ക്. എന്നിട്ട് നോക്ക്. നീ പറയുന്ന ആദ്യം മാവ് വരുന്നുണ്ടാ? നോക്ക്. നീ ഇങ്ങനെ നോക്ക്. ഇങ്ങനെ തിരിക്കല്ല, ഇങ്ങനെ നോക്കടാ.
ഓരോന്ന് ശരിക്കും നോക്ക്. ഇവൻ ആദ്യം എടുത്ത അക്ഷരം കാണിച്ചെന്നത് നോക്കിയാട്ടെ. ഉസ്താദ് ആദ്യം പറഞ്ഞത് മാ. ഇവൻ ആദ്യം എടുത്ത് കാണിച്ചെന്നതോ ഇതാ സാ. അപ്പൊ ഇത് ഫൗളായി കേട്ടാ. അടുക്ക് മുഹമ്മദ്, അടുക്ക് മുഹമ്മദ്, അടുക്ക്. ഇനി ഞാൻ വിളിക്കുന്നത് സെക്കൻഡ് മുഹമ്മദ്. മുഹമ്മദ് കെ. എല്ലാരും വെച്ച് കളിപ്പിക്കുവേ. 3 മാർക്ക് കിട്ടുവേ. ശരിയായാലും 3 മാർക്ക് കിട്ടും. മാല. ആ ഇത് കിടവെക്ക്. ഈ കാണുന്നതല്ലേ ഈ കടിയിൽ വേണ്ടതാണ്. അതിൽ നിന്ന് എടുക്ക്. ഓക്കെ, അത് എടുത്ത് ഉറപ്പിക്ക്. അങ്ങനെയല്ല, എടുത്താ അത് ഈ കടിയിൽ വെക്ക്. ആ എങ്ങനെ തിരിച്ചു വെക്ക് കാണട്ടെ. ആ അപ്പോൾ മുഹമ്മദിന് 1 മാർക്ക് കിട്ടി. ഇനി അടുത്ത മാന് നീട്ടാനുള്ളത് ഈ വെള്ള കാണുന്ന വെള്ള കാണുന്നത് നോക്ക്. മാന് നീട്ടാൻ ഏതാ ഉപയോഗിക്കണ്ടേ? കാണിച്ചാട്ടെ. എടുത്ത കണ്ടോ? എന്താ എടുത്തത്? എല്ലാരും കാണിക്ക്. അലിഫ് എടുത്തു അല്ലേ? സയ്യിദ് മുന്തിറ. പിന്നെ ഇവിടെ എത്തിയതിന് ഞാൻ കേട്ടാ. അലിഫ് എടുത്തു. ഇനി അലിഫ് എവിടെ വെക്കണം? ഇവിടെ വെക്കണം. ഓക്കെ, 1 മിനിറ്റ്. ഒരു മിനിറ്റ് സാർ. എടുത്തില്ല. റയാൻ സാജിദ് അതാ. റയാൻ സാജിദ് അതാ. ഇവിടെ ഈ കള്ളി നോക്ക്. ഈ കള്ളി നോക്ക് കേട്ടാ. എടുത്തത് ശരിയല്ലേ? 1 മിനിറ്റ്. ഇനി അത് അവിടെ വെക്കണം. ഈ കള്ളിയിൽ വെക്ക്. അപ്പൊ മുഹമ്മദ് കേക്ക് 3 മാർക്ക് കിട്ടിയ